ഹലോ ഗായ്സ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. മോനെ ഇതിവിടെ വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പൂജയൊക്കെ ചെയ്തിട്ട് വന്നപ്പോൾ മോനെ ഞാൻ മുറിയിൽ പൂട്ടിയിട്ട് പോയി കേട്ടോ. കാരണം മഴയായിരുന്നു. അപ്പോൾ അവൻ നീ പുറത്തേക്ക് വരണ്ട, കൂളത്തിലേക്ക് പറിക്കുമ്പോഴെന്ന് വിചാരിച്ച് ഞാനപ്പോൾ ചെളിയിൽ ചവിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് മുറിയിൽ പൂട്ടിയിട്ടിട്ട് പോയതാട്ടോ മോളുടെ കൂടെ. മോളെ ശല്യം ചെയ്ത് ഒച്ചയെടുത്ത് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. എന്നിപ്പോൾ ഞാൻ പൂജയൊക്കെ ചെയ്ത് വന്നു. ഇതേ അപ്പോൾ ആ ഒരു ഇതിൽ വന്ന് എന്നോട് വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കുന്നു, എന്നെ എന്തുകൊണ്ട് മമ്മി വിളിക്കാത്തേ, എന്നെ എന്തുകൊണ്ട് മമ്മി വിളിക്കാത്തേന്ന്. ഡെയിലി ഇവനെയും വിളിച്ചിട്ടല്ലേ പോകുന്നത്. ഞാൻ വിചാരിച്ചു മഴ അവിടെ കിടക്കട്ടെ, പെട്ടെന്ന് വരാം. ശ്രദ്ധിക്കുന്ന കണ്ടോ എൻ്റെ മോൻ? ആണോ പൊന്നിനെ വിളിക്കാത്തതെയാണോ മമ്മി പോയത്? ചെളി ആയതുകൊണ്ടല്ലേ. മോൻ മമ്മിയുടെ കൂടെയൊക്കെ മുകളിൽ വന്നാൽ ചെളി വരുന്നു കാലയിൽ. എപ്പോഴെപ്പോഴും തുടക്കാൻ പറ്റും മമ്മിക്ക്? മമ്മി കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കാൻ പോകണമല്ലേ. അപ്പം തുടച്ചാൽ പിന്നെയും കുളിക്കണ്ടേ മമ്മി? ആ ഇത് കണ്ടോ, ശ്രദ്ധിച്ച് നോക്കുന്നു കണ്ടോ? ഒരു പരിഭവം, ഒരു ദുഃഖഭാവത്തിൽ എന്നെ ഒരു നോട്ടം. അല്ല ഏട്ടാ, മമ്മി ഗുഡ് ബോയ്, മമ്മിയുടെ മോന് ഗുഡ് ബോയ് ആണ് കേട്ടാ, നല്ല മോനാണേ. അതിനെന്നാ വൈകുന്നേരം വിളക്കെത്തിക്കുമ്പോൾ പോവാലോ, വൈകുന്നേരം വിളക്കെത്തിക്കുമ്പോൾ പോയിരിക്കാമല്ലോ. പിന്നെന്നാ രാവിലെ പ്രണാമം ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം പ്രണാമം ചെയ്യാമല്ലോ. മമ്മി വിചാരിച്ച് മഴയല്ലേ, കിടന്ന് ഉറങ്ങട്ടെ പോന്ന്. നോട്ടം കണ്ടോ? നോക്കി എൻ്റെ മുഖത്തിരിക്കുന്ന കണ്ടോ? ആ നോട്ടം കാണണം. മമ്മിയുടെ ചക്കര. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അതെ ചാടാൻ ഒരുങ്ങി നിൽക്കുന്ന കേട്ടോ മോൻ. ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ മോന് പെട്ടെന്നൊന്ന് ചാടി അത് കുളുകുളുന്ന് ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല കേട്ടോ. അത് എൻ്റെ മോൻ്റെ ഒരു സ്വഭാവം, ഇളയ മോൻ്റെ സ്വഭാവം. ഈ ഷീറ്റ് കൂടുതൽ ചീത്താക്കുന്ന ആരാന്നറിയാമോ? മൂത്ത മോനും ഈ ഇളയ മോനും കൂടെ കേട്ടോ. എൻ്റെ മൂത്ത മോനും ഉണ്ടല്ലോ, കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട്? ഇതാ ഇവൻ്റെ സ്വഭാവം കണ്ടോ. ഷീറ്റ് വിരിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. വിരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ കയറി ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ കണ്ടോളൂ, അവിടെ കിടക്കും, എല്ലാം ഒന്ന് സ്മെല്ല് ചെയ്ത് കണ്ടോ, സുഖമായിട്ട് കിടക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ കാണണം. ഇനി പുറത്ത് വിടാൻ പറ്റൂല, ചെളിയാണ്. മുകളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ ആ ചെളിയോടെ വരും. ഞാൻ തുടച്ചു കൊടുക്കും, ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചു കൊടുക്കും കേട്ടോ. എന്നിരുന്നാലും പറയാൻ പറ്റൂല, ഇവൻ അറിയാതെ ടെറസിൻ്റെ വാതിൽ തുറന്നിട്ട് നമ്മൾ അറിയാതെയൊക്കെ പോയിട്ട് വന്ന് കയറി ചാടും. ഞാൻ കാണുന്നെങ്കിൽ ഞാൻ തുടച്ചു കൊടുക്കും. നമ്മൾ അബദ്ധവശാൽ ഒന്ന് കണ്ണ് ബ്ലിങ്ങായി പോയിരുന്നാൽ അങ്ങനെയൊക്കെ ചെയ്ത് കളയും. പുറത്തേക്ക് വിടില്ലല്ലോ ഇവരെ. അപ്പോൾ ഈ ഇളയ മോനും എൻ്റെ മൂത്ത മോനും കൂടെയാണ് ഈ ഷീറ്റൊക്കെ ചീത്താകുന്നത്. ഷീറ്റിൽ കട്ടിലും മുഖത്തുള്ള ബോട്ടിലും അതും ഇതും മൊബൈലും ചാർജറും ഇല്ല പൊന്നോ. മൂത്ത ചേട്ടനും അച്ചിച്ചേട്ടനും മോനും കൂടെ ഈ കാണിക്കുന്നത്. മോൻ നേരത്തെ പെഡിഗ്രി കഴിച്ചില്ലേ? പെഡിഗ്രി കഴിച്ചു. രാവിലെ റൊട്ടി ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇട്ടുള്ള ഒരു കറി, റൊട്ടിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചോറും കറിയൊക്കെ വെക്കുന്നു. കണ്ടോ, അവനിങ്ങനെ ഫ്രഷായിട്ട് വിരിക്കുമ്പോൾ ഒരു സുഖമാണ്. ഓടി ചാടി വന്ന് കിടക്കും കേട്ടോ. ദീപക്ക് വന്ന എവിടെ ദീപക്ക്? അവിടെ ആരാണ്? ബാ ദീപക്ക് ഇവിടെ താഴെ ബാ. ഈ ഒരു സ്ഥലമേ ഉള്ളൂ കേട്ടോ, ഒന്ന് നോക്കാൻ വേണ്ടി ഫ്രണ്ട്സ്. എവിടെ ദീപക്ക്? എവിടെ ഇന്ന് ദീപക്ക് നേരത്തെ വന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ദീപക്ക് 12 മണിയാകുമ്പോൾ വരും കേട്ടോ. നല്ല കാര്യം. കണ്ടോ, ദീപക്കിനെ വിളിക്കാൻ വേണ്ടിയാണിപ്പോൾ. വന്നോ? ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടോ? കണ്ടോ സൗണ്ട് ഉണ്ടാക്കുന്നത്? ദീപക്ക് വന്നതിൻ്റെ ആനന്ദമാണ്. ഇനി ആ ചുമരിലൊക്കെ ഒന്ന് ഉരയ്ക്കും, പിന്നെ ഒന്ന് സെറ്റിയിൽ പോയി ഉരയ്ക്കും. ഇതൊക്കെ ഡെയിലി ഒന്ന് കാണണം, ഇവൻ്റെ ഡെയിലി കാര്യങ്ങൾ കേട്ടോ. പാവം എൻ്റെ മോൻ, സ്നേഹിക്കാനേ അറിയാവോ അവന്. तुम्ही आशो देखो की कोरी छो, देखो तुम्ही. चलो पाव
വന്നോ? ഇനിയിപ്പോൾ അതെ ഉറക്കം കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സെറ്റിയിൽ ഉറക്കുന്ന കണ്ടോ. ഇതാണ് അവന് സന്തോഷം വന്നാൽ ഇങ്ങനെ കേട്ടോ, എക്സൈറ്റ്മെൻറ്റ് വന്നാൽ സെറ്റിയിൽ കിടന്ന് ഉറക്കും. എവിടെയാണ് അവൻ ഇവിടെ വന്നു അടിക്കാൻ. നീ എവിടെ ചുറ്റി കിടക്കുന്നേ? ഒരിടത്ത് തന്നെ ഇരിക്കുക, പോ ഒരിടത്ത് തന്നെ ഇരിക്കുക, പോയി കട്ടിലിൻ്റെ മുകളിൽ ഇരുന്നേ. ദീപക്ക് അടിച്ചു വരട്ടെ. ദക്ഷി ദേക്കോ, ഇത് കണ്ടോ അവൻ പണി ചെയ്യുന്നത് നോക്കിയിരിക്കുന്നതാണ്. അവൻ പറഞ്ഞു ചെന്നിരിക്കും നീ എന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കേട്ടോ. ദക്ഷിത്തു അവൻ്റെ പണിയും നോക്കിയിരിക്കുന്നു. ഇവൻ്റെ ആരാടാ വിളിക്കുന്ന ദീപക്ക്? ഓച്ചോ കണ്ടോ ചടിയത് കണ്ടോ? ഭയങ്കര വില്ലനാ കേട്ടോ. ഹാൻഡ്സപ്പ് दे दो ओचो देख ओह की प्यार ओचो देचे हाँ സാധനമാണ്. എന്താ ദീപക്ക് പറഞ്ഞേ, ചില സമയം അവനറിയും വീഡിയോ എടുക്കുന്നത്, അപ്പം വിളിച്ചാലും വരൂലെന്ന്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദീപക്കിന്, ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ അവന് ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തത് വേണ്ട കേട്ടാന്ന്. ടിപ്പെവിടെ പൊട്ടെവിടെ പൊന്നിന് ഇന്ന് പൊട്ടിട്ടില്ല അല്ലേ? ഓ തൂ ടിപ്പ് പോലത്തോ. അവന് പൊട്ടെവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവന് ഉമ്മ കൊടുക്കാൻ കേട്ടോ. അവിടെ ഇരുന്നോ, അവനെ ഇരിക്കാൻ പറഞ്ഞല്ലേ പൊന്നോ. ആ പറഞ്ഞാൽ കേൾക്കണം. ভালো আছে না? এরকম করবো তো একদম না পাপি মতে আমার এনে കൊച്ചിനെ പോലെ. ঠিক আছে টাটা, শুধু টাটা বললে মন খারাপ হয়। ঠিক আছে আমি ঝাড়ু দেই, কাজ করি। ঠিক আছে അമ്മ അടിച്ചു വാരിയിട്ടൊക്കെ വരാം. നിന്നോട് കളിച്ചോണ്ട് നിന്നാൽ പറ്റൂല, നീ അവിടെ ഇരിക്കും. ആ റൂമിലുണ്ട് പോയിട്ടില്ല ദീപക്ക് മോനോട് പറയാതെ പോവോ? പറയാതെ പോവോ? ദീപക്ക് ടാറ്റ പറഞ്ഞിട്ടല്ലേ പോവുള്ളൂ. ദീപക്ക് ചേച്ചിയുടെ റൂമിലിരുന്ന് തുടക്കണം. ഇരിക്കണം. दीपको देखছে যাইছে দেখতে পাইছে না তুমি এই রুমে না তো ചരി കഴിച്ചു. ഓ ഉപ്പറി മുകളിൽ കയറാൻ പറഞ്ഞ അവൻ അവിടെ തുടക്കുന്നുണ്ടല്ലോ. നനവാണ്. പൊന്നിങ്ങോട്ട് വാ പറഞ്ഞ അവിടെ നനവ്. ദീപക്ക് പറഞ്ഞു പൊന്നിനോട് അങ്ങനെ മുകളിൽ കയറാൻ പറഞ്ഞു. അവിടെ നനയില്ലേ പൊന്നു? നനയുമ്പോൾ നീ അവിടെ ചെന്നിരുന്നാൽ നിൻ്റെ കാലിലൊക്കെ പിന്നെ സ്കിന്നിൻ്റെ ഇത് വരൂല്ലേ? അതുകൊണ്ടല്ലേ ദീപക്ക് പറഞ്ഞേ കേട്ടോ. നല്ല മോനല്ലേ, അതുകൊണ്ടല്ലേ ദീപക്ക് പറഞ്ഞേ. ഇങ്ങനെ ദീപക്കിൻ്റെ പുറകെ നടന്ന് കുറേ വർത്താനം പറഞ്ഞല്ലോ. പൊട്ടെവിടെയെന്നൊക്കെ ചോദിച്ചു. ദീപക്ക് ചോദിച്ചു പൊട്ടെവിടെയെന്ന് ചോദിച്ചു. മോൻ്റെ പൊട്ടെവിടെയെന്ന് മോൻ പൊട്ടിട്ടോ? മോൻ പൊട്ടിട്ടോ എന്ന് ചോദിച്ചോ? സുന്ദരനായോ എന്ന് ചോദിച്ചോ? ആണോ? പൊട്ടിടണോ? ഇന്ന് വേണ്ട കേട്ടോ, നാളെ ഇട്ടുതരാം അമ്മ, നാളെ ഇട്ടുതരാം കേട്ടോ. ഓ ഇങ്ങനെ എൻ്റെ വർത്തമാനമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ദീപക്ക് മോളിൽ കയറാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ ഒരു വിഷമത. അവിടെ നനവല്ലേ പൊന്നു, അപ്പോൾ കാലിലൊക്കെ തട്ടൂലേ നനഞ്ഞു കഴിഞ്ഞാൽ? അവിടെ ഉണങ്ങണ്ടേ, ഫാനിട്ട് ഉണങ്ങണ്ടേ? അപ്പം മോൻ്റെ കാലിൽ പിന്നെയും അന്നാളത്തെ പോലെ വരൂലേ? ഓ ഇന്നത്തെ ബഡ്ജറ്റൊക്കെ കണ്ടോ? ഇന്നത്തെ ബഡ്ജറ്റൊക്കെ കണ്ടായിരുന്നോ ടി വിയിൽ? വിദ്യാർത്ഥികൾക്ക് നല്ലത്. ഇന്നത്തെ ബഡ്ജറ്റ് കണ്ടായിരുന്നോ നിർമ്മല സീതാരാമൻ്റെ?
ഉളിഞ്ഞു നോക്കുന്നു. ദീപക്ക് അവിടെ തുടച്ചൊക്കെ കഴിഞ്ഞോന്ന് ഒളിഞ്ഞു നോക്കുന്നു. എന്നിട്ട് ഇവിടെ കിടക്കുന്നു, ഒളിഞ്ഞു നോക്കുന്നു. കണ്ടോ കണ്ടോ ആ നിപ്പ് കണ്ടോ? റോഡിലേക്കൊക്കെ നോക്കുന്ന കേട്ടോ. കാലുവിനെ ഇന്ന് കണ്ടിട്ടില്ല. കാലുവിനെ നോക്കുന്നതാ. ദീപക്ക് പറഞ്ഞ കാലു എവിടെയെന്ന്, മറ്റേ സ്ട്രീറ്റ് പപ്പി. അപ്പം അതുകൊണ്ട് നോക്കുന്ന. ബുള്ളറ്റ് ऊपरे बुलेट घुमाई छे. वो नानी का छे घुमाई छे. കണ്ടോ നിന്ന് നോക്കുന്ന കാലുവിനെ. ഇവിടെ കിടന്ന് നോക്കണം കേട്ടോ. ഇന്ന് പുറത്ത് പോകാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. നല്ല മഴയായിരുന്നു കേട്ടോ. പുറത്ത് പോകാൻ പറ്റിയില്ല. പുറത്ത് മഴയൊക്കെ നിന്നിട്ട് ഞാൻ പുറത്തൊക്കെ എടുക്കാം കേട്ടോ, മാർക്കറ്റൊക്കെ. അപ്പോൾ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ ഇവിടെ കിടന്ന് ഇങ്ങനെ നോക്കുന്ന കേട്ടോ. പൂങ്കുയിലേ 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 நான் எத்தனை நாளான காத்திருப்பேன், நான் எத்தனை நாளான காத்திருப்பேன், நான் நாடாகே கன்னி பெண்ணு, நான் வாடாதே ரோஜா கண்ணு. പൊന്നോ കൊള്ളാമോ പാട്ട്? പൂങ്കുയിലേ പൂങ്കുയിലേ ഞാൻ എത്തனை നാளான காத்திருப்பேன், நான் எத்தனை நாளான காத்திருப்பேன், நான் நாடாகே கன்னி பொண்ணு, நானும் வாடாதே ரோஜா கண்ணு, நான் நாடாகே கன்னி பொண்ணு, நானும் வாடாதே ரோஜா கண்ணு, நானும் வாடாதே ரோஜா கண்ணு, ഞാനും വാടാതെ ரோஜா കണ്ണ്. മമ്മിയുടെ ரோஜா കണ്ണ്. കൊള്ളാമോ പൊന്നു പാട്ട്? പൊന്നരിവാളമ്പിളിയിൽ കണ്ണറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളമ്പിളിയിൽ കണ്ണറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പുൽക്കുടിലിൽ പൊൻകതിരാം കൊച്ചുറാണിയാലെ, കൺകുളിരെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം, നമ്മളൊന്നു പാടാം. ഓണനില പാലലകൾ ഓടി വരുന്നേരം, എന്തിനാണ് നിൻകരളെ നൊന്തു പെണ്ണുണ്ടി, എൻ കരളേ പൊൻകുളിരേ, എൻ കരളേ കൺകുളിരേ, എൻ കരളേ കൺകുളിരേ, നിന്നെയോർത്തു തന്നെ പാടുകയാണെൻ കരൾ, പോരാടുമൻ കരങ്ങൾ, പോരാടുമൻ കരങ്ങൾ. ഒത്തുന്നു നീ പൂനിലാവ് നെൽക്കതിരു കൊയ്യാൻ, തോളോട് തോളൊത്തു ചേർന്നു വാളുയർത്താൻ നിന്നെ, പോരുമോ നീ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ, നീനി നേടും പോരിൽ എൻ കരളിൻ പൊൻകുളിരെ, നിന്നെയോർത്തു പാടും പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലോ, കാട്ടുകാരനല്ലോ. പൊന്നരിവാളമ്പിളിയിലെ കണ്ണറി വന്നാണ്, പൊന്നരിവാളമ്പിളിയിലെ കണ്ണറി വന്നാണ്. പൊന്നിവിടെ കിടക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കിടക്കുന്നു. ദീപക്ക് ഇവിടെ ഇരുന്ന് തുടയ്ക്കുന്നു. അതാ ഇവിടെ വന്ന് കിടക്കുന്നത്. അവൻ എവിടെ തുടയ്ക്കുന്നു അവിടെ വന്ന് കിടക്കും കേട്ടോ. ഇവിടെ വന്ന് ആ പാട്ട് കേട്ട് ഉറങ്ങിപ്പോയി എൻ്റെ മോൻ പാവം. കരിമാടിക്കുട്ടന്മാർ കൊതിരുള്ളും തോപ്പിലെ ഒരു കണി നീട്ടുവാൻ കാറ്റേവാ, നല്ലൊരു നാളിലെ മലോരെ മണ്ണിലെ
തുള്ളിക്കളി കാണാൻ കാട്ടേവാ, തുള്ളിക്കളി കാണാൻ കാട്ടേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാട്ടേവാ. അപ്പം എല്ലാവരും ഈ ചെറിയ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുറത്ത് പോകാൻ പറ്റുന്നില്ല, മഴ. ഇവൻ എവിടെ തുടക്കണോ അവിടെ കിടക്കുള്ളൂ കേട്ടോ. അവൻ ചിന്തിക്കുന്ന എന്നെ നീ ഒരിടത്ത് കിടത്താൻ സമ്മതിക്കൂലേ ദാദാ, മോനിങ്ങ് വാ വാ. എവിടെ തുടക്കാൻ അവനറിയാം. അടുത്ത നെക്സ്റ്റ് പൊസിഷൻ എവിടെയാണ് തുടക്കണം അവിടെ വന്ന് കിടക്കും. വാ, പാട്ട് കേട്ട് കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ ദീപക്കുമായിട്ടുള്ള ഇന്നത്തെ സംസാരവും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണേ. എന്നും വീഡിയോ ഇടണ്ടേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ കൊണ്ടുവരണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.